ഹലോ നമസ്കാരം, എല്ലാവർക്കും ജെസസ് കുഞ്ഞടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ പനീർ കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 സവോള, 4 തക്കാളി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പനീറിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിവിടെ ഇതിനകത്തേക്ക് നമ്മുടെ പനീറിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു അല്പം ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയാണ് വെക്കണം. നന്നായിട്ടൊന്ന് പുരട്ടി എല്ലാ ഭാഗത്തേക്കൊക്കെ ആക്കിയൊന്ന് നമുക്കിന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ആദ്യം തന്നെ എണ്ണയിലേക്കൊന്ന് പൊരിച്ചെടുക്കണം. പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ പാൻ ചൂടായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10-12 സെക്കൻഡ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിരിക്കും. അപ്പം അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ പനീർ ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ ഇവിടെ ചൂടായി തന്നെ ഇരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ഏലക്ക ഒന്ന് ചതച്ചതും ഒരു 3 ഗ്രാമ്പും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ സവോള, ഞാനിവിടെ ഈ സവോള അരിഞ്ഞ സവോളയല്ല, ഇത് ഞാൻ ഒന്ന് നമ്മുടെ ഈ വീട്ടിലൊക്കെ ഇതുപോലൊരു സാധനം ഉണ്ടാവുമല്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതും സവോളയും അതേപോലെ തന്നെ തക്കാളിയും ഞാൻ ഇത് വെച്ച് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് അതെടുത്തിട്ട് കൊടുക്കാം. അത് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ വിട്ട് കഴിഞ്ഞതുപോലെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റി എടുക്കാം. ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നത് സമയം എടുത്ത് നമ്മൾ അത് ചെയ്യണമില്ല, മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ സവോളയും തക്കാളിയും ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്നും കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പനീർ വറക്കുന്ന കൂട്ടത്തിൽ അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റാണ്. ഞാനിതിവിടെ ചേർത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി,
ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നിറം കിട്ടും. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാതിരുന്ന ഒരു 1-2 സാധനങ്ങളൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കസൂരിമേത്തി, അതായത് നമ്മുടെ ഉലുവ ചീര ഉണക്കി പൊടിച്ചതാണിത്. അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്നാലും കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ ചേർക്കണം. എന്നാലേ ആ ധാബ സ്റ്റൈലിൽ ആ ടേസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പനീർ കറിക്ക് കിട്ടുകയുള്ളൂ. ഇതൊന്ന് ഇളക്കി ആവശ്യത്തിന് ഗ്രേവി, നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഞാൻ സവോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി കുറച്ചുകൂടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിട്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പനീർ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഗരം മസാലപ്പൊടി, അത് ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാൻ മതി. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പനീർ കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് നമ്മുടെ കറി മാറ്റാം. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരല്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.